എനിക്ക് ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അടുത്ത കമ്മിറ്റിക്ക് നല്ല മട്ടൻ ബിരിയാണി വേണം. ഓ, അടുത്ത കമ്മിറ്റിക്ക് മട്ടൻ ബിരിയാണി. കാരണം മുതിർന്ന നേതാവ് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കാൻ. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സ്ഥലം കണ്ടെത്തണം. അത് ആരുടെ വാർഡിൽ നടക്കും? എവിടെ നടക്കും? എന്റെ വാർഡിൽ പറ്റില്ല. നമ്മളെ വാർഡിൽ നടക്കൂല. എന്റെ അവിടെ പറ്റില്ല. എന്റെ വാർഡിൽ 2 എണ്ണം വേണം. 2 എണ്ണം. എന്തെന്നാ എന്തുട്ടാ എന്താ നിങ്ങൾ പറഞ്ഞത്? എന്താണെങ്കിലും 2 എണ്ണം ആണല്ലേ? നിങ്ങളുടെ വാർഡിൽ ഇട്ടാ മതിയോ? അതൊന്നും വേണ്ട. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, മത്സരിക്കണ്ടെന്ന് പറഞ്ഞോട്ട് കേക്കേയില്ല. അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട്. അതെ, ഞങ്ങളൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം പുറത്ത് നിൽക്ക്. മീറ്റിംഗ് അല്ല, അതായിക്കോട്ടെ. നിങ്ങൾ മീറ്റിംഗോ എന്താ ചെയ്തോളാം. ഞാൻ നേരം കുറെ അവിടെ അവിടെ നിൽക്ക്. ഞങ്ങൾ മീറ്റിംഗ് കഴിയട്ടെ. പ്രസിഡന്റ്, പുള്ളി എന്റെ വാർഡിലുള്ളതാണ്. എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഉണ്ടായിരുന്നോ? അത് ശരി, ഉണ്ടമ്പരി കാറ്റാണ് അല്ലേ? തിന്നോളി. അതെ, അനവധി തവണ ഞാൻ ഇവിടെ മാലിന്യ പ്രശ്നം പറഞ്ഞിട്ട് ഇവിടെ വന്ന് കയറണേ. ഇതുവരെ നിങ്ങൾ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആ വിഷയം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞാനിവിടെ വർഷം കുറെ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് സംഗതി നിങ്ങൾ 3 മാസമായിട്ടുള്ള ഇവിടെ ഭരണത്തിൽ കയറിയിട്ട് അത് നിൽക്കാറേണ്ട കാര്യമില്ല. നിങ്ങളിത് പഠിച്ചിട്ട് ഓരോ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പഠിച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ ആ തോടെ അവിടെ കിടക്കും. നിങ്ങൾ ഓരോരുത്തരും വന്ന് ബഹളം വെക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്ന് തരാൻ പറ്റില്ല. ഞങ്ങൾ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് ഈ നാടിന്റെ പഞ്ചായത്തിന്റെ പ്രശ്നമാണ്. എന്താ മെമ്പർ ഇത്? അതൊന്നും മിണുങ്ങണോ? ഒന്നാമത്തെ കാര്യം ആ തോടിനായിട്ട് കഷ്ടമാണ് ഓന്റെ പായ. ഞാൻ വിഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പ്രസിഡന്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് ജനങ്ങൾക്ക് നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതെ, നിങ്ങളെ തല്ലൂട്ടം കേൾക്കാൻ വന്നല്ലേ ഞാൻ ഇവിടെ. ഞാൻ അത് കാലം കുറെ ഇവിടെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. ആ തോട് വൃത്തിയാക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെ അത് എടുക്കും. എന്റെ പൊന്നു സുഹൃത്തെ, അതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവാത്ത നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ ആൾക്കാർ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വിഷയമാണെന്നേ. പിന്നെ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്താലോ? തൽക്കാലം ഇപ്പൊ നിങ്ങളൊന്ന് പോയി നമ്മളാ തീരുമാനിക്കട്ടെ. ഞാൻ അത് പോവില്ല അവിടെ. ഇത് ഞങ്ങളാരും ചെയ്യുന്നല്ലോ, ഭരണസമിതിക്കാർ ചെയ്യുന്നല്ലോ. ഇന്ന് നാട്ടുകാർ, നിങ്ങളെ പോലുള്ള നാട്ടുകാർ കൊണ്ടുപോയിടുന്നല്ലേ. ഈ മാലിന്യ സംസ്കരണത്തിന് ഒരു സ്ഥലം കണ്ടെത്താനാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നത്. സുഹൃത്തെ, നമ്മുടെ ഒരു ചെറിയ പഞ്ചായത്താണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള വലിയ ഇത് കെട്ടാനൊന്നും നമുക്ക് ഫണ്ടില്ല. മാത്രമല്ല ആരും സ്ഥലവും തരുന്നില്ല. ഈ ജാതി വർത്താനം നിങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ മീറ്റിംഗും ചർച്ചയും കൂടാറുള്ളത് ഏത് തരത്തിലുള്ള ഫണ്ട് രൂപീകരിക്കാനാണെന്നുള്ള എനിക്കറിയാം. ഇങ്ങക്കൊക്കെ പൈസ ഊറ്റാനുള്ള പദ്ധതികളെ നിങ്ങൾ ഇവിടെ ആവിഷ്കരിക്കാനുള്ളൂ. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ തോട് അത് ചീഞ്ഞു നാറാണ്. എത്രയും പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് ഇനി മേലാക്കാൻ ആ പരിസരത്ത് വേസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടൊരു ബോർഡും കൂടി നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ പായം കിടക്കായിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ സത്യാഗ്രഹം കൊടുക്കും. അങ്ങനെ മനസ്സിലായിക്കോളൂ. ഞാനും ഉണ്ടാവും അതിന്റെ കൂടെ. സത്യാഗ്രഹ കിടക്കാനൊക്കെ ഞങ്ങൾ പ്രതിപക്ഷക്കാരുണ്ട് കേട്ടോ. എവിടെ ഇയാൾ പറഞ്ഞ ഈ മറ്റേ തോട്? പ്രസിഡന്റ്, നമ്മുടെ കാക്കത്തോടില്ലേ ഒരുപാട് പരാതികൾ ഇവിടെ ഉണ്ട്. അത് ഈ കോയിക്കാട് വീടിന്റെ സൈഡിൽ തന്നെയാണ്. ആകെ ചീഞ്ഞ് കിടക്കുകയാണ് ആ തോട്. അതിന്റെ അകത്ത് ഈ കോയിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് ആകെ മോശമാണ് സംഭവം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വൃത്തിയാക്കാൻ പോയപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു അത് ഈ വയലിലേക്ക് പോകുന്ന വെള്ളം പോകുന്ന തോടാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. വൃത്തിയാക്കാന്ന് പറഞ്ഞ വർത്താനൊക്കെ നിർത്തിക്കാളി മെമ്പറേ. വേണ്ട, ഞാൻ അങ്ങനെയാണ് ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ്. അങ്ങോട്ട് പോയി ഇനി പിടിക്കാനൊക്കെ അല്ലേ മൂപ്പരെ പോയിക്കോട്ടെ. പുള്ളി പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് കോയ സാഹിബ്. എന്തെങ്കിലും അടിയന്തരമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യണം.